numbers. A complex number Z is an ordered pair xy. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്. നമ്മൾ Z ഈസ് ഇക്വൽ ടു ഓർഡർ പെയർ എക്സ് വൈ എന്ന് എഴുതും. എക്സ് റിയൽ പാർട്ടും വൈ ഇമാജിനറി പാർട്ടും. നമ്മൾ Z ഈസ് ഇക്വൽ എക്സ് പ്ലസ് ഐ വൈ എന്നും എഴുതും. എക്സും വൈയും റിയൽ നമ്പേഴ്സ് ആണ്. ഐ ഈസ് എ നമ്പർ സച്ച് ദാറ്റ് ഐ സ്ക്വയർ ഈസ് ഇക്വൽ ടു -1. ഇനി രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ഈക്വൽ ആണെന്ന് പറഞ്ഞപ്പോഴാണ് അതിന്റെ റിയൽ പാർട്സും ഈക്വൽ ആയിരിക്കണം, ഇമാജിനറി പാർട്സും ഈക്വൽ ആയിരിക്കും. ഇനി ഓരോ കോംപ്ലക്സ് നമ്പേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ഓരോ പോയിന്റ് ഉണ്ട്. ഓരോ പോയിന്റിനും കറസ്പോണ്ടിങ് ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇപ്പൊ എക്സ് വൈ എന്ന് പറഞ്ഞ ഓർഡർ പെയർ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ ഏതൊരു കോംപ്ലക്സ് നമ്പർ വന്നാലും അതിന് കറസ്പോണ്ടിങ് ഒരു പോയിന്റ് ഉണ്ട്. ഏതൊരു പോയിന്റ് വന്നാലും കറസ്പോണ്ടിങ് കോംപ്ലക്സ് നമ്പർ ഉണ്ട്. ഇപ്പം ഐ എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ് നമ്പർ, അതിന് കറസ്പോണ്ടിങ് പോയിന്റ് എന്തുവാ? ഐ എന്ന് വെച്ചാൽ 0 പ്ലസ് 1i അല്ലേ, അപ്പൊ 0 1 എന്ന് പറഞ്ഞ പോയിന്റ് ആണ്. ഇനിയും കോംപ്ലക്സ് നമ്പേഴ്സിന്റെ അഡീഷൻ എങ്ങനെ? റിയൽ പാർട്സ് തമ്മിൽ ആഡ് ചെയ്യുക, ഇമാജിനറി പാർട്ട് തമ്മിൽ ആഡ് ചെയ്യുക. മൾട്ടിപ്ലിക്കേഷൻ ഇപ്പൊ എന്തുവാ? എക്സ് പ്ലസ് ഐ വൈ ഇൻറ്റു യു പ്ലസ് ഐ വി. അപ്പൊ എന്തുവാ? അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇൻറ്റു ചെയ്യുന്നതിൻ്റെ കൂട്ട്. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് നമ്മൾ പഠിക്കുന്നതെന്ന് വെച്ചാൽ സബ്ട്രാക്ഷന്, അത് മാത്രമല്ല കോഷ്യന്റ് എന്ന് വെച്ചാൽ ഡിവൈഡ് ചെയ്യുന്നത്. രണ്ട് കോംപ്ലക്സ് നമ്പർ ഡിവൈഡ് ചെയ്യുന്ന എങ്ങനെ? ആ ഡിനോമിനേറ്ററിന്റെ കോൺജുഗേറ്റും കൊണ്ട് മേളിലും താഴെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് ചെയ്യും. പിന്നെ ഇനി കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വെച്ചാൽ എന്താ? ഒരു കോർഡിനേറ്റ് ആക്സിസ് എക്സും ഹൊറിസോണ്ടലിനെ എക്സ് ആക്സിസും വെർട്ടിക്കലിനെ വൈ ആക്സിസും വരച്ച് ഹൊറിസോണ്ടലിനെ റിയൽ ആക്സിസും വെർട്ടിക്കലിനെ ഇമാജിനറി ആക്സിസ് എന്ന് വിളിക്കുന്നു. ആ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിനകത്ത് ഒരു പോയിന്റ് ഇസഡ് ഈസ് ഇക്വൽ ടു എക്സ് വൈ എന്ന് പറഞ്ഞ പോയിന്റിനെ നമ്മൾ കോംപ്ലക്സ് നമ്പർ എക്സ് പ്ലസ് ഐ വൈ ആയിട്ട് എഴുതുന്നത്. ആ എക്സ് വൈ പ്ലെയിനിനെയാണ് കോംപ്ലക്സ് പ്ലെയിൻ എന്ന് വിളിക്കുന്നത്. ഇനി അഡീഷനും സബ്ട്രാക്ഷനും ജോമെട്രി ഉപയോഗിച്ച് വരയ്ക്കുന്നത് ഇത് പഠിപ്പിച്ചിട്ടുണ്ട്, നോട്ട്ബുക്ക് ഒക്കെ മതി. പിന്നെ കോംപ്ലക്സ് കോൺജുഗേറ്റ്, ഇസഡിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആണ് ഇസഡ് ബാർ, എക്സ് പ്ലസ് ഐ വൈയുടെ എക്സ് മൈനസ് ഐ വൈ. അപ്പൊ ഒരു നമ്പർ വന്നിട്ട് കോംപ്ലക്സ് കോൺജുഗേറ്റ് എന്ന് വെച്ചാൽ അതിന്റെ ഐയുടെ കൂടെ കിടക്കുന്ന നമ്പറിന്റെ സൈൻ ചെയ്ത് ഇപ്പൊ 2 പ്ലസ് 3i ആണെങ്കിൽ 2 മൈനസ് 3i, -3 പ്ലസ് ഐയുടെ ആണെങ്കിൽ -3 മൈനസ് ഐ. പിന്നെ കോംപ്ലക്സ് നമ്പേഴ്സിനകത്ത് പഠിക്കുന്നത് മോഡ് ഇസഡ് സ്ക്വയർ എന്ന് വെച്ചാൽ ഇസഡ് ഇൻറ്റു ഇസഡ് കോൺജുഗേറ്റ്. റിയൽ ഇസഡ് എന്ന് വെച്ചാൽ എക്സ് ആണ്, എന്ന് വെച്ചാൽ 1/2 ഇൻറ്റു ഇസഡ് പ്ലസ് ഇസഡ് കോൺജുഗേറ്റ് ആണ്. ഇമാജിനറി ഇസഡ് എന്ന് വെച്ചാൽ വൈ ആണ്, ഇതെന്ന് വെച്ചാൽ 1/2i ഇൻറ്റു ഇസഡ് മൈനസ് ഇസഡ് ബാർ. പിന്നെ രണ്ട് നമ്പേഴ്സ് Z1 Z2 തന്നു കഴിഞ്ഞാൽ വേരിഫൈ Z1 പ്ലസ് Z2, Z1 Z2 കോൺജുഗേറ്റ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കും. പിന്നെ കോംപ്ലക്സ് നമ്പറിന്റെ പോളാർ ഫോം Z ഈസ് ഇക്വൽ ടു R e raised to I theta, അതായത് Z ഈക്വൽ R cos theta പ്ലസ് I sin theta. അതാണ് പോളാർ ഫോം. R എന്ന് വെച്ചാൽ മോഡിസഡ് ആണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ. അത് മോഡിസഡ് എന്ന് വെച്ചാൽ Z എന്ന് പറഞ്ഞ പോയിന്റ് 0-യിൽ നിന്ന് ഉള്ള ഡിസ്റ്റൻസ് ആണ്. പിന്നെ തീറ്റ എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആണ്. ആർഗ്യുസഡ് എന്ന് വെക്കും ടാൻ ഇൻവേഴ്സ് ഓഫ് y ബൈ എക്സ് ആണ്. പിന്നെ എല്ലാ ആംഗിളും റേഡിയൻസിലാണ് മെഷർ ചെയ്യുന്നത്, കൗണ്ടർ ക്ലോക്ക് വൈസിലായിരിക്കും. ഇനി ഒരു പോയിന്റ് കറസ്പോണ്ട് ഒത്തിരി ആംഗിൾസ് ഉണ്ട്, അപ്പൊ ഒത്തിരി ആർഗ്യുമെന്റ് ഉണ്ട്. എന്നാൽ അത് -πക്കും +πക്കും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ നമ്മൾ പ്രിൻസിപ്പിൾ വാല്യൂ ഓഫ് ആർഗ്യുസഡ് എന്ന് വിളിക്കും. അതിനെ ക്യാപിറ്റൽ ആർഗ്യുസഡ് എന്ന് ഡിനോട്ട് ചെയ്യും. പിന്നെ ഒരു കോംപ്ലക്സ് നമ്പർ എന്നാൽ അതിന്റെ പോളാർ ഫോം എഴുതാം ചോദിക്കും. പോളാർ ഫോം എന്നാൽ കോംപ്ലക്സ് രീതിയിൽ എഴുതാം. ഇപ്പം 1+i എന്ന് പറഞ്ഞ കോംപ്ലക്സ് നമ്പർ, അതിന്റെ പോളാർ ഫോം എന്ന് വെച്ചാൽ അപ്പൊ എക്സ് ഈസിക്കൽ ടു 1 ആണ്, വൈ ഈസിക്കൽ ടു 1 ആണ്. ആർ ഈസിക്കൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ, ഇപ്പൊ √1. തീറ്റ എന്ന് വെച്ചാൽ ടാൻ ഇൻവേഴ്സ് y ബൈ എക്സ്, ടാൻ ഇൻവേഴ്സ് 1 π/4. അപ്പൊ എന്താ? ഇസഡ് ഈസിക്കൽ ടു √2 ഇൻറ്റു കോസ് π/4 പ്ലസ് ഐ സൈൻ π/4. പിന്നെ ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി, മോഡ് Z1 പ്ലസ് Z2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് Z1 പ്ലസ് മോഡ് Z2, ജനറലൈസ്ഡ് ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി ഉണ്ട്. പിന്നെ പോളാർ ഫോമിലുള്ള മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഉണ്ട്. ഡി മൂവീസ് ഫോമുല cos theta plus I sin theta the whole raised to n is equal to cos n theta plus I sin n theta. n എന്ന് വെച്ചാൽ any integer.
ഇപ്പം z ഈസിക്കൽ ടു ആർ കോസ് തീറ്റ പ്ലസ് ഐ സൈൻ തീറ്റ ആണെങ്കിൽ z റേസ് ടു എൻ എന്തായിരിക്കും? z റേസ് ടു എൻ ഈസിക്കൽ ടു ആർ റേസ് ടു എൻ ഇൻറ്റു കോസ് എൻ തീറ്റ പ്ലസ് ഐ സൈൻ എൻ തീറ്റ. അപ്പം അതിന്റെ റൂട്ട് nth റൂട്ട് z റേസ് ടു 1 ബൈ എൻ ആർ റേസ് ടു 1 ബൈ എൻ ആ രീതിയിൽ nth റൂട്ട് ഓഫ് യൂണിറ്റി കണ്ടുപിടിക്കാനും അത് വരയ്ക്കാനും പ്ലോട്ട് ചെയ്യാനും ഒക്കെ ചോദിക്കും. മോഡ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു റോ എന്ന് വെച്ചാൽ എ സെന്റർ ആക്കിക്കൊണ്ട് റോ റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ മോഡ് ഇസഡ് മൈനസ് എ ഈക്വൽ ടു റോ. ഇനി മോഡ് ഇസഡ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ സീറോ സെന്റർ ആക്കി എന്ന് വെച്ചാൽ എന്താ ഒറിജിൻ സെന്റർ ആക്കിക്കൊണ്ട് 1 റേഡിയസ് വരയ്ക്കുന്ന സർക്കിൾ അതാണ് യൂണിറ്റ് സർക്കിൾ. ഇനി മോഡ് ഇസഡ് മൈനസ് എ ലെസ് ദാൻ റോ എന്ന് വെച്ചാൽ ഓപ്പൺ സർക്കുലർ ഡിസ്ക് ആണ്, ഇന്റീരിയർ ഓഫ് എ സർക്കിൾ ആണ്. ഇനി മോഡ് ഇസഡ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ ആണെങ്കിൽ ക്ലോസ്ഡ് സർക്കുലർ ഡിസ്ക്. ഇനി മോഡ് ഇസഡ് മൈനസ് എ ഗ്രേറ്റർ ദാൻ റോ ആണെങ്കിൽ എക്സ്റ്റീരിയർ ഓഫ് ദ സർക്കിൾ. ഇനി മോഡ് ഇസഡ് മൈനസ് എ ലെസ് ദാൻ റോയെ നമ്മൾ ഓപ്പൺ സർക്കുലർ ഡിസ്ക് എന്ന് വിളിക്കുന്നു, അതിനെ എയുടെ നൈബർഹുഡ് എന്ന് വിളിക്കുന്നു. റോ 1 ലെസ് ദാൻ മോഡ് ഇസഡ് മൈനസ് എ ലെസ് ദാൻ റോ 2 എന്ന് വെച്ചാൽ ഓപ്പൺ അനുലസ് ആണ്. ഇനി റോ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു മോഡ് ഇസഡ് മൈനസ് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു റോ 2 ആണെങ്കിൽ ക്ലോസ്ഡ് അനുലസ് ആണ്. ഇനി ഇസഡ് ഈസിക്കൽ എക്സ് പ്ലസ് ഐ വൈ ഉണ്ടല്ലോ, അതിലെ വൈ പോസിറ്റീവ് ആണെങ്കിൽ അപ്പർ ഹാഫ് പ്ലെയിൻ, വൈ ലെസ് ദാൻ 0 ആണെങ്കിൽ ലോവർ ഹാഫ് പ്ലെയിൻ, എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൈറ്റ് ഹാഫ് പ്ലെയിൻ, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ എക്സ് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൈറ്റ് ഹാഫ് പ്ലെയിൻ, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ ലെഫ്റ്റ് ഹാഫ് പ്ലെയിൻ. പിന്നെ പാരലോഗ്രാം ഇൻഇക്വാളിറ്റി ആണ്. പാരലോഗ്രാം ഇൻഇക്വാളിറ്റി എന്ന് വെച്ചാൽ മോഡ് z1 പ്ലസ് z2 ദ ഹോൾ സ്ക്വയർ പ്ലസ് മോഡ് z1 മൈനസ് z2 ദ ഹോൾ സ്ക്വയർ ഈക്വൽ 2 ഇൻറ്റു മോഡ് z1 സ്ക്വയർ പ്ലസ് മോഡ് z2 സ്ക്വയർ. ട്രയാങ്കിൾ ഇൻഇക്വാളിറ്റി പാരലോഗ്രാം ഇൻഇക്വാളിറ്റി എ പാർട്ടി ചോദിക്കും. പിന്നെ ഓപ്പൺ സെറ്റ്, ക്ലോസ് സെറ്റ്, കണക്റ്റഡ് സെറ്റ്, ഡൊമൈന്, കോംപ്ലിമെന്റ്, ബൗണ്ടറി പോയിന്റ്, റീജിയൻ അതിന്റെയൊക്കെ ഡെഫിനിഷൻ നോക്കണം. ഓപ്പൺ കണക്റ്റഡ് സെറ്റിനെയാണ് ഡൊമൈൻ എന്ന് വിളിക്കുന്നത്. അങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കണം. പിന്നെ കോംപ്ലക്സ് ഫംഗ്ഷൻ എന്തുവാണ്? എ ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ എ സെറ്റ് ഈസ് എ റൂൾ ദാറ്റ് അസൈൻ ടു എവരി ഇസഡ് എ കോംപ്ലക്സ് നമ്പർ. ഒരു കോംപ്ലക്സ് നമ്പറിലോട്ട് മാപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് കോംപ്ലക്സ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. ഇനി എഫ് ഓഫ് ഇസഡ് ഈസിക്കൽ ടു ഇസഡ് സ്ക്വയർ പ്ലസ് 3z ആണെങ്കിൽ യുവും വിയും കണ്ടുപിടിക്കാൻ. അപ്പൊ ഇസഡ് എന്ന് വെച്ചാൽ എക്സ് പ്ലസ് ഐ വൈ ആണ്. അപ്പൊ ഇസഡ് സ്ക്വയർ പ്ലസ് 3zനകത്ത് ഇസഡിന്റെ സ്ഥാനത്ത് എക്സ് പ്ലസ് ഐ വൈ ഇട്ട് കൊടുക്കുമ്പോൾ റിയൽ പാർട്ട് ഇമാജിനറി പാർട്ട് എന്ത് കിട്ടും? റിയൽ പാർട്ടാണ് യു, ഇമാജിനറി പാർട്ടാണ് വി. പിന്നെ ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് അതിന്റെയൊക്കെ ഡെഫിനിഷൻ നോക്കാം. ഡെറിവേറ്റീവിന്റെ പഠിക്കണം. എഫ് ഡാഷ് ഓഫ് ഇസഡ് നോട്ട് എന്ന് വെച്ചാൽ ലിമിറ്റ് ഇസഡ് ടെൻസ് ടു ഇസഡ് നോട്ട് എഫ് ഓഫ് ഇസഡ് മൈനസ് എഫ് ഓഫ് ഇസഡ് നോട്ട് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട്. ഡിഫറൻസിയേഷന്റെ റൂൾസ് ഉണ്ട്. പിന്നെ അനലിറ്റിക് ഫംഗ്ഷൻ വെച്ചാൽ എന്താ? എ ഫംഗ്ഷൻ ഈസ് സെഡ് ടു ബി അനലിറ്റിക് ഇൻ എ ഡൊമൈൻ ഡി ഇഫ് എഫ് ഓഫ് ഇസഡ് ഈസ് ഡിഫൈൻഡ് ആൻഡ് ഡിഫറൻഷ്യബിൾ അറ്റ് എവരി പോയിന്റ്സ് ഓഫ് ഡി. ഇപ്പൊ ഒരു പോയിന്റ് അനലിറ്റിക് എന്ന് വെച്ചാൽ ആ പോയിന്റിന്റെ നൈബർഹുഡിൽ ആ ഫംഗ്ഷൻ ഡിഫറൻഷ്യബിൾ ആണ്. പിന്നെ ഒരു ഫംഗ്ഷൻ ലിമിറ്റ് ഉണ്ടെങ്കിൽ അത് യൂണിക് ആയിരിക്കും. പിന്നെ CR ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ, ലാപ്ലേസ് ഇക്വേഷൻ. അപ്പം എഫ് ഓഫ് ഇസഡ് എന്ന് വെച്ചാൽ യു പ്ലസ് ഐ വി ആണെങ്കിൽ CR ഇക്വേഷൻ എന്ന് വെച്ചാൽ യു എക്സ് എ ഇസിക്കൽ ടു വി വൈ, യു വൈ എ ഇസിക്കൽ ടു മൈനസ് വി എക്സ്. ഇനി ഒരു ഫംഗ്ഷൻ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ അനലിറ്റിക് ആണ്, അനലിറ്റിക് ആണെങ്കിൽ അവിടെ CR ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഒരു ഫംഗ്ഷൻ അനലിറ്റിക് അല്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി CR ഇക്വേഷൻ അവിടെ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ല എന്ന് പ്രൂവ് ചെയ്താൽ ഇപ്പൊ ഇസഡ് കോൺജുഗേറ്റ് അനലിറ്റിക് അല്ല. അതൊക്കെ ചെയ്യുന്നത് ആ രീതിയിലാണ്. പിന്നെ CR ഇക്വേഷൻ പോളാർ ഫോം ഉണ്ട്. അതെന്ന് വെച്ചാൽ URA ഇസിക്കൽ ടു 1/r വി തീറ്റ, PRA ഇസിക്കൽ ടു മൈനസ് 1/r യു തീറ്റ. ഈ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ ഡെൽ സ്ക്വയർ യു ഈസിക്കൽ ടു 0, ഡെൽ സ്ക്വയർ വി ഈസിക്കൽ ടു 0 എന്ന് വെച്ചാൽ യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ അതാണ് ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഫംഗ്ഷനെയാണ് ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
യു എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഹാർമോണിക് എന്ന് പറയുന്നത് ഡെൽ സ്ക്വയർ യു ഇസിക്കൽ ടു 0. ഡെൽ സ്ക്വയർ ഇസിക്കൽ ടു എന്ന് വെച്ചാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ അത് 0 ആണ്. അതിനെയാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ അത് ഹാർമോണിക് ഫംഗ്ഷൻ ആയിരിക്കും. ഇനി ഒരു ഫംഗ്ഷൻ തന്നിട്ട് അത് ഹാർമോണിക് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ എന്താ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് നോക്കിയാൽ. ഇനി ഹാർമോണിക് ആണെങ്കിൽ അതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കുക. അത് നമ്മള് ഈ CR ഇക്വേഷൻ വെച്ചൊക്കെയാണ് ചെയ്യുന്നത്. അത് നോട്ട്ബുക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ, ലോഗരിതമിക് ഫംഗ്ഷൻ അതിന്റെയൊക്കെ പ്രോപ്പർട്ടീസ്, അതിന്റെ പ്രോബ്ലംസ് നോട്ട്ബുക്കിൽ നോക്കി പഠിക്കണം. പീരിയോഡിക്, അതിന്റെ പീരീഡ്, പിന്നെ ഓയിലർ ഫോർമുല ഉണ്ട് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷന്റെ e⁻⁻z cos z പ്ലസ് i sin z. പിന്നെ അതിനകത്ത് ഷോ ദാറ്റ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. പീരീഡ് ഓഫ് സൈൻ z എന്താണ്, കോസ് z ആണ്, ലോഗരിതമിക് ഉണ്ട്, സ്മോൾ എൽ എന്നും ക്യാപിറ്റൽ എൽ ഉണ്ട്. പിന്നെ i⁻i യുടെ വാല്യൂ കണ്ടുപിടിക്കാം, അതൊക്കെ ഇമ്പോർട്ടൻറ്റ്. കോംപ്ലക്സ് ഇന്റഗ്രേഷനകത്ത് പാരാമെട്രിക് റെപ്രസെന്റേഷൻ ഉണ്ട്. സ്മൂത്ത് കർവ്. സ്മൂത്ത് കർവ് എന്ന് വെച്ചാൽ ഒരു കർവിന് കണ്ടിന്യൂസ് നോൺ സീറോ ഡെറിവേറ്റീവ് ഉണ്ടെങ്കിൽ അത് സ്മൂത്ത് കർവാണ്. പിന്നെ ലൈൻ ഇന്റഗ്രലിന്റെ ഇക്വേഷൻ, ക്യാപിറ്റൽ എഫ് ഡാഷ് എന്ന് പറയുന്നത് സ്മോൾ എഫ് ആണെങ്കിൽ ഇന്റഗ്രൽ എ ടു ബി സ്മോൾ എഫ് ഡി എക്സ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ എഫ് ബി മൈനസ് ക്യാപിറ്റൽ എഫ് എ ആണ്. പിന്നെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ വഴി ഇന്റഗ്രേറ്റ് ചെയ്യുന്നത് ആദ്യമേ ഇസഡ് ഓഫ് ടി എന്ന് പറഞ്ഞ രീതിയിലാക്കുന്നു. ഇസഡ് ഡാഷ് ഓഫ് ടി കണ്ടുപിടിക്കുന്നു, സബ്സ്റ്റിറ്റ്യൂട്ട് ദ വാല്യൂ ഓഫ് ഇസഡ് ഓഫ് ടി, പിന്നെ എഫ് ഓഫ് ഇസഡ് ഓഫ് ടി ഇൻറ്റു ഇസഡ് ഡാഷ് ടി ഡി ടിയെ ഇന്റഗ്രേറ്റ് ചെയ്യും. പ്രോബ്ലം ചെയ്ത് പഠിക്കണം. ആ രണ്ടാമത്തെ മോഡ്യൂൾ എന്ന് വെച്ചാൽ കോംപ്ലക്സ് ഇന്റഗ്രേഷന്റെ പ്രോബ്ലംസ് എല്ലാം ചെയ്ത് പഠിക്കണം. നോട്ട്ബുക്കിൽ തന്ന പത്രം. പിന്നെ ML ഇൻഇക്വാളിറ്റി, മോഡുലസ് ഓഫ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപിറ്റൽ എം ഇൻറ്റു ക്യാപിറ്റൽ എം. ക്യാപിറ്റൽ എൽ എന്ന് വെച്ചാൽ ലെങ്ത് ഓഫ് ദ കർവ്, ക്യാപിറ്റൽ എം എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് സച്ച് ദാറ്റ് മോഡ് എഫ് ഓഫ് ഇസഡ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. പിന്നെ പാരാമെട്രിക് റെപ്രസെന്റേഷൻ കണ്ടുപിടിക്കാൻ പഠിക്കണം. പിന്നെ സിമ്പിൾ ക്ലോസ്ഡ് കർവ് എന്താണ്, സിംപ്ലി കണക്റ്റഡ്, ഡബിളി കണക്റ്റഡ്, മൾട്ടിപ്ലി കണക്റ്റഡ്, അതിന്റെ ഡെഫിനേഷൻ. കോഷീസ് ഇന്റഗ്രൽ തിയറം എന്താണ്? If f of z is analytic in a simply connected domain D, then for a very simple closed path C in D, integral over C f of z is equal to 0. അതാണ് കോഷീസ് ഇന്റഗ്രൽ തിയറം. ഒരു ക്ലോസ്ഡ് കർവിനകത്ത് ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ അത് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഉത്തരം 0. ഇന്റഗ്രൽ ഓവർ സി ഇ ഓഫ് z e⁻z dz എന്ന് പറയുന്നത് 0, കാരണം e⁻z എല്ലായിടത്തും അനലറ്റിക്. ഇന്റഗ്രൽ ഓവർ സി cos z dz 0 ആണ്, കാരണം cos z അനലറ്റിക് ആണ്. ആ സി എന്ന് പറയുന്നത് ക്ലോസ്ഡ് കർവ് ആയിരിക്കണം. പിന്നെ അവിടെ സിംപ്ലി കണക്റ്റഡ് എന്ന് പറഞ്ഞ കാര്യം വേണം. പിന്നെ ഈ ഉത്തരം 0 ആണെന്നും പറഞ്ഞ് അനലറ്റിക് ആവണമെന്ന് നിർബന്ധമില്ല, അങ്ങനത്തെ കാര്യമൊക്കെയാണ്. പിന്നെ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന പല പാത്തുകൂടെ കടന്ന് പല ആൻസർ, പക്ഷെ ആ ഫംഗ്ഷൻ അനലറ്റിക് ആണെങ്കിൽ, സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ അനലറ്റിക് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താ ഇൻഡിപെൻഡന്റ് ഓഫ് ദ പാത്താണ്. പിന്നെ കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഉണ്ട്. നമ്മൾ കോഷീസ് ഇന്റഗ്രൽ തിയറം പഠിച്ചു. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ആണ്. ലെറ്റ് എഫ് ഓഫ് z be analytic in a simply connected domain D, then for any point z0 in D and for any simple closed path C in D that encloses z0, integral over C f of z divided by z minus z0 dz is equal to 2 pi I into f of z0. കോഷീസ് ഇന്റഗ്രൽ ഫോർമുല ഉണ്ട്, കോഷീസ് ഇന്റഗ്രൽ തിയറം ഉണ്ട്. രണ്ടും പഠിക്കണം, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകില്ല. രണ്ടും വെച്ചുള്ള പ്രോബ്ലംസും ചെയ്ത് പഠിക്കണം. പിന്നെ അത് വെച്ചുള്ള ബാക്കി തിയറംസ് ഉണ്ട്. എഫ് ഓഫ് z നോട്ട് അന്നേരം എന്ത് കിട്ടുന്നത്? 1/2 pi I ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് z ഡിവൈഡ് ബൈ z മൈനസ് z നോട്ട് ds. അത് വെച്ച് ഫസ്റ്റ് ഡെറിവേറ്റീവ്, സെക്കൻഡ് ഡെറിവേറ്റീവ്, nth ഡെറിവേറ്റീവ്. അപ്പൊ
എഫ് എന്ത് ഡെറിവേറ്റീവ് ഓഫ് ഇസഡ് നോട്ട് പറയുന്നത് എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 2 πi ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡിവൈഡ് ബൈ ഇസഡ് മൈനസ് ഇസഡ് നോട്ട് റൈസ് ടു n പ്ലസ് 1 ഡി ഇസഡ്. ആ പ്രോബ്ലംസ് വരുമ്പോൾ ഈ രീതിയിലാണെങ്കിൽ അങ്ങനെ ചെയ്യണം. പിന്നെ പഠിക്കുന്ന കോഷീസ് ഇൻഇക്വാലിറ്റി. നമ്മൾ ആദ്യമേ ML ഇൻഇക്വാലിറ്റി പഠിച്ചു. ഇത് കോഷീസ് ഇൻഇക്വാലിറ്റി. കോഷീസ് ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ മോഡുലസ് ഓഫ് എഫ് എൻ ഇസഡ് നോട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ഫാക്ടോറിയൽ ക്യാപിറ്റൽ M ഡിവൈഡ് ബൈ r റൈസ് ടു n. പിന്നെ ലൈവ്ലീസ് തിയറം ഉണ്ട്. എ ബൗണ്ടഡ് എൻറ്റയർ ഫംഗ്ഷൻ ഈസ് എ കോൺസ്റ്റന്റ്. മൊറോറാർ തിയറം ഉണ്ട്. എഫ് ഓഫ് ഇസഡ് കണ്ടിന്യൂസ് ഇൻ എ സിംപ്ലി കണക്റ്റഡ് ഡൊമൈൻ ആണെങ്കിൽ ആണ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഓഫ് ഇസഡ് ഡി ഇസഡ് 0 ആണെങ്കിൽ ആ ഫംഗ്ഷൻ അനലിറ്റിക് ആയിരിക്കും. അതായത് നമ്മുടെ കോഷീസ് ഇന്റഗ്രൽ തിയറത്തിന്റെ കോൺവേഴ്സ് ആണ്. പിന്നെ ഫണ്ടമെന്റൽ തിയറം ഓഫ് ഓൾജിബ്ര ആണ്. If f of z is a polynomial in z not a constant, then f of z is equal to 0 for at least one value of z. അപ്പോൾ ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 0. ഡെൽ സ്ക്വയർ യു എന്ന് വെച്ചാൽ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ അത് 0 ആണെങ്കിൽ അതിനെയാണ് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് വിളിക്കുന്നത്. ഇനി ഒരു ഫംഗ്ഷനെ ഹാർമോണിക് ഫംഗ്ഷൻ എന്ന് വിളിക്കണമെങ്കിൽ അത് ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് എ ഫംഗ്ഷൻ യു ഈസ് സെഡ് ടു ബി എ ഹാർമോണിക് ഫംഗ്ഷൻ ഇഫ് ഡെൽ സ്ക്വയർ യു ഈക്വൽ ടു 0. അപ്പൊ ഒരു ഫംഗ്ഷൻ യു ഹാർമോണിക് ആണെങ്കിൽ അതിനൊരു ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഇനി എഫ് ഈസ് ഈക്വൽ ടു യു പ്ലസ് ഐ വി അത് അനലറ്റിക് ആണെങ്കിൽ വി ഈസ് ദ ഹാർമോണിക് കോൺജുഗേറ്റ് ഓഫ് യു ആണ്. അതായത് യു പ്ലസ് ഐ വി അനലറ്റിക്. തിരിച്ചും പറയാം, യു ഹാർമോണിക് ഫംഗ്ഷനും വി അതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റും ആണെങ്കിൽ യു പ്ലസ് ഐ വി അനലറ്റിക് ആണെന്നും പറയാം. ഇനി ഞാൻ പറഞ്ഞു ഹാർമോണിക് ആണെങ്കിൽ അതിന്റെ ഹാർമോണിക് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതെങ്ങനെയാണ്? അപ്പം നമുക്കൊരു ഫംഗ്ഷൻ യു ഈസ് ഇക്വൽ ടു എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് തന്നേക്കാം. അപ്പം നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത് അത് ഹാർമോണിക് ആണോ എന്ന്. അതിനുവേണ്ടി എന്തുവാ? ആദ്യമേ യു എക്സ് എന്തുവാ? 2x. യു എക്സ് എക്സ് എന്തുവാ? 2. ഇനി യു വൈ എന്തുവാ? -2y. യു വൈ വൈയോ -2. അപ്പൊ യു എക്സ് എക്സ് പ്ലസ് യു വൈ വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നത്? 0. അപ്പൊ ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് യു ഹാർമോണിക് ആണ്. ഇനി ഹാർമോണിക് കോൺജുഗേറ്റ് വി കണ്ടുപിടിക്കണം. അപ്പൊ യു പ്ലസ് ഐ വി അനലറ്റിക് ആണെന്ന് അറിയാം. യു പ്ലസ് ഐ വി അനലറ്റിക് ആണെങ്കിൽ സി ആർ ഇക്വേഷൻ, കോഷി റീമാൻ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അതായത് യു എക്സ് ഈസ് ഇക്വൽ ടു വി വൈ ആണ്, വി എക്സ് ഈസ് ഇക്വൽ ടു മൈനസ് യു വൈ ആണ്. അപ്പൊ ആ ഇക്വേഷൻ നമ്മൾ എഴുതാം. നമുക്ക് യു എക്സ് 2 എന്നും യു വൈ -2 എന്നും ഉണ്ട്. യു എക്സ് ഈസ് ഇക്വൽ ടു 2x എന്നാ കിട്ടിയത്. അപ്പം വി വൈ എന്തുവാ? 2x ആയിരിക്കുമല്ലോ. ഇനി യു വൈ എന്ന് പറയുന്നത് -2y ആണ്. അപ്പം വി എക്സ് എന്ന് വെച്ചാൽ 2y ആണ്. അപ്പം നമ്മൾ വി എക്സ് ഈസ് ഇക്വൽ ടു 2y എന്ന് എഴുതാം. ഇനി അതിൽ നിന്ന് വി കിട്ടാൻ വേണ്ടി ഇന്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക. അപ്പം നമുക്ക് എന്ത് ചെയ്യും? 2xy വി ഈക്വൽ ടു 2xy പ്ലസ് കോൺസ്റ്റന്റ്. ഇനി എക്സ് ചെയ്യുന്നതുകൊണ്ട് ഫംഗ്ഷൻ ഓഫ് വൈ ആയിരിക്കും ആ കോൺസ്റ്റന്റ്. അപ്പം നമ്മൾ വി ഈക്വൽ 2xy പ്ലസ് ജി ഓഫ് വൈ എന്ന് എഴുതും. ഇനി അതിൽ നിന്ന് വി വൈ കിട്ടാൻ വേണ്ടി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. അപ്പം നമുക്ക് എന്ത് കിട്ടും? 2xy എന്നല്ലേ കിട്ടുക. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ എന്ത്? വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 2x പ്ലസ് ജി ഡാഷ് ഓഫ് വൈ എന്ന് കിട്ടുമല്ലോ. ഇനി നേരത്തെ ഉള്ള വി വൈയും ഈ വി വൈയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? നമ്മുടെ ജി ഡാഷ് 0 എന്ന് കിട്ടും. അപ്പം ജി എന്തോ ഒരു കോൺസ്റ്റന്റ്. അപ്പം വി നമുക്ക് 2xy പ്ലസ് സി എന്ന് എഴുതാം. അപ്പൊ യു നമുക്ക് x² - y² ആണെങ്കിൽ വി എന്തോ കിട്ടി? 2xy പ്ലസ് സി എന്ന് കിട്ടി. അപ്പൊ അതാണ് ഹാർമോണിക് കോൺജുഗേറ്റ്. ഇനി അനലിറ്റിക് ഫംഗ്ഷൻ എഴുതാൻ പറഞ്ഞാൽ യു പ്ലസ് ഐ വി എന്ന് എഴുതിയാൽ മതി. അതായത് x² - y² പ്ലസ് ഐ ഇൻറ്റു 2xy പ്ലസ് സി. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. കോംപ്ലക്സ് ഇന്റഗ്രേഷൻ